ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോഴും ഉള്ളത് കിഴിശ്ശേരി വീട്ടിൽ തന്നെയാണ്. അപ്പോൾ കിഴിശ്ശേരി വീട്ടിലെ ചെറിയൊരു തോട്ടത്തിലാണല്ലോ നമ്മൾ നിൽക്കണത്. അപ്പോൾ അതിന് ചേച്ചിയാണ് കേട്ടോ. ചേച്ചീനെ എനിക്ക് അറിയുണ്ടാവും. നമ്മൾ ആ ഫാമിലി വീഡിയോയിലൊക്കെ ചേച്ചീനെ കാണിച്ച് തന്നേന്ന് വലിയ ചേച്ചീനെ ചെങ്ങരക്കാണ് കല്യാണം കഴിച്ചത്. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചിയെ നമ്മൾ പിന്നെ കുറേ പച്ചമുളകൊക്കെ ഉണ്ട് അല്ലേ? ഇതാ കുമ്പളവള്ളിയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നല്ല പച്ചക്കറി തോട്ടം തന്നെ അല്ലേ? ചെറിയൊരു തോട്ടം, അടുക്കളത്തോട്ടം അല്ലേ? അടുക്കളത്തോട്ടം. പിന്നെ അതുപോലെ ഇതെന്ത് കുമ്പളങ്ങ വള്ളിയോ? അത് കുമ്പളവള്ളിയെ. ചേച്ചിക്ക് ആ തെങ്ങോർമ്മ ഉണ്ടോ? പിന്നെ അത് അച്ഛൻ കഴിച്ചിട്ടുണ്ടാക്കിയതാണല്ലോ. ചേച്ചിക്ക് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. കാരണം അച്ഛൻ്റെ ഓർമ്മ നമുക്ക് വല്ലാത്തത്. അതെ, അച്ഛ കുഴിച്ചിട്ടതായിരുന്നു. അച്ഛക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അയിമന്ന് ഒരു തേങ്ങനെങ്കിലും നമുക്കൊന്ന് പറിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അച്ഛക്ക് പറിക്കാൻ കഴിഞ്ഞില്ല. അതില്ല, ഞാൻ ഭയങ്കര ഒരു വിഷമമുണ്ട് അതിനൊക്കെ. അത് സാരമില്ല, നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അവിടെ എന്താ ഇതെന്ത് വാഴയാണാവല്ലേ? കണ്ടിട്ട് കദളിയ എന്തൊരു വാഴയത്? കദളി വാഴേൻ്റെ വാരിയാ തോന്നണേ. കദളിയുടെ തോന്നണത്. അതൊക്കെ വനല്ലേ കുഴിച്ചിട്ടുണ്ടാക്കിയത്. പിന്നെ അതുപോലെ ചേമ്പുണ്ട്. അപ്പൊ ചേച്ചിയാ ഇതെന്താ ചേച്ചിയാ? ഇതെന്താണ്? കാവത്തിന്റെ വള്ളിയാണ്. എല്ലാ സാധനവും ചെറുനാട്ടിലെ ഓൻ അതൊക്കെ ഓർമ്മ അതൊക്കെ അച്ഛന്റെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. ഈ കാവത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് കുഴിച്ച് വരുമ്പോ എത്രങ്ങാനും നീളത്തില്. പിന്നെ എന്നിട്ട് നമ്മള് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതെ. പിന്നെ ചക്ക ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയാലോ ഇന്നത്തെ ഫുഡ്? ചക്ക വെച്ചൊക്കെ ഉണ്ടാക്കിയതല്ലേ. നമുക്ക് വേറെ വെറൈറ്റി ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട് അവിടെ. അവിടെ ഉണ്ടോ? ചേച്ചി എന്തൊക്കെയോ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ദൈവമേ, എന്തൊക്കെയാണ് അവയ്ക്ക് അറിയില്ല. പിന്നെ അവിടെ വെണ്ടയ്ക്ക ഉണ്ട് അല്ലേ? വെണ്ട ഉണ്ട് അവിടെ. പോയി വെക്കാം നമുക്ക്. ശരി, നമുക്ക് പോയി വെക്കാം. ഈ ഭാഗത്ത് എത്തുമ്പോ നല്ലൊരു മണം. ഇതെന്താ അറിയോ? ഇതാണ് പനിക്കൂർക്ക. കഞ്ഞിക്കൂർക്ക നമ്മളൊക്കെ പറയണേ, പക്ഷേ പനിക്കൂർക്ക എന്നാണ് ഇതിന് ശരിക്കും എല്ലാവരും പറയാ. ഞാൻ കാപ്പി ഉണ്ടാക്കിയ വീഡിയോയില് ഇത് ഇട്ടിട്ടുണ്ട്. പനിയൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല സാധനം. അതിന്റെ നല്ല ഔഷധമൂല്യമുള്ള സാധനമാണ്. പിന്നെ ഇതിന്റെ അടിയിൽ താഴെതാ വയലറ്റ് കളറല്ലേ, കാണാൻ. പിന്നെ എവിടെയെങ്കിലും വെണ്ട. പിന്നെ ഇതാ വെണ്ടന്റെ അടുത്താ വെണ്ട ഉണ്ട്. ഇതൊക്കെ മൂത്തിട്ടുണ്ടോ? പറിക്കുന്നത് നല്ല പാകമായതാണ്. മൂപ്പായിട്ടൊന്നുമില്ല, നമുക്ക് കറി വെക്കാൻ പാകമായതാണ്. ഇപ്പൊ പറിച്ചെടുക്കല്ലേ? പിന്നെ അപ്പുറത്ത് കർമൂസ ഉണ്ട്. ചേമ്പ് വലിയ ചേമ്പുണ്ട്. വലിയ ചേമ്പ്. അമ്മ പറയണൊക്കെല്ലോ ബലരാമൻ ചേമ്പ്. അത് ബലരാമനല്ല, അത് വേറെ. ബലരാമനല്ല, മലരാമൻ എന്താ പറയാ? സോറി. പിന്നെ അവിടെ ചെറിയ ചേമ്പുണ്ട്. ആ തലക്കിൽ അവിടെ ഉണ്ടല്ലോ ചെറിയ ചേമ്പ്, വലിയ ചേമ്പൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. അവിടുത്തെ അമ്മ, കാവനടുത്ത അമ്മ പറഞ്ഞിരുന്നു, ഈ ഞാൻ പറിച്ചുതരാം, അവിടെ നിൽക്കിട്ടോ. ഈ ഒരു പിന്നെ ചീരല്ലേ, ഇത് ശരിക്കും ചീര തന്നെയാണോ? ചീരയാണെന്നല്ലേ പറയണേ. ഇതോട്ട് പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും വെക്കൂല്ലേ? പക്ഷെ ഞാനിതുവരെ കഴിച്ചില്ല കേട്ടോ. നമ്മളെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയെങ്കിൽ ഒന്ന് നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് പിന്നെ ഞാനൊക്കെ പറഞ്ഞാലേ പൂവിടാൻ വേണ്ടിട്ട് അത്രേ ചെയ്യണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കറി വെക്കാന്നാ പറയണത്. ചീര അല്ലേ? ഇതാ കോവക്ക. 2-3 കാലം കോവക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പച്ച തിന്നട്ടോ, അത്രേ ഉള്ളൂ. ഇത് പച്ച തന്നെ കോവക്കേ. രസമുണ്ടല്ലേ? ഇതെന്താ അറിയോ? പിന്നെ നല്ല വളമ ഇട്ടിട്ടുണ്ടാക്കണം. മഴയും പെയ്തിരുന്നല്ലേ, അപ്പൊ വലിയ കുഴപ്പമില്ല. ഇതിന്റെ ഇടയിൽ ഇതാ വലിയ പച്ചമുളക് ഉണ്ട് കേട്ടോ. നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങണേ. ഏറെക്കുറെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടല്ലേ ചേച്ചിയെ? കുറച്ചൊക്കെ ഉണ്ടല്ലോ. ചേച്ചിയെ, നമ്മളെ അടുക്കളത്തോട്ടത്തെ ഏറെക്കുറെ ഉള്ളൊക്കെ കഴിഞ്ഞില്ലേ പച്ചക്കറികള്? കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരു സാധനം കൂടി ഉണ്ട്. എന്താണാവോ? എനിക്ക് വീഡിയോ എടുക്കാൻ ഞാനും കണ്ടിട്ടുണ്ട്. ഇതാണ് ആ സാധനം. ഞാൻ വന്നപ്പോ തന്നെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഇതൊരു വെറൈറ്റി വീഡിയോ ഉണ്ടാക്കാം, വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം അല്ലേ? അപ്പൊ ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യണേ. ഇന്ന് ഈ ചേച്ചിയും പിന്നെ എന്റെ വേറൊരു ചേച്ചിയും കൂടി, പിള്ളേരെ ചേച്ചിന് നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ ആകെ അടിച്ച് പൊളിക്കണം. അതെ, ഞങ്ങളെല്ലാരും കൂടി ഈ ഒരു ചെരങ്ങക്കുട്ടനെ വെച്ച് അടിപൊളിയായിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പൊ നമ്മള് ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ അടിപൊളി വിഭവം ഉണ്ടാക്കാനായിട്ട് ചെരങ്ങ മുറിച്ചെടുക്കാം അല്ലേ? മുറിച്ചരട്ടെ ഞാൻ. നല്ല അടിപൊളി ചെരങ്ങല്ലേ? പറിച്ചു കൊണ്ടുവന്ന് വെച്ച ചെരങ്ങ ഞങ്ങൾ തോലൊക്കെ കളയാണേ. അപ്പൊ തോലൊക്കെ ചെത്തണം കേട്ടോ, എന്നാലേ നന്നാവുള്ളൂ. അതെ, അപ്പൊ നമുക്ക് തോലൊക്കെ ചെത്തുന്നതിന് മുന്നേ ഞാനിതാ, അത് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ചെറിയ ചിങ്കുടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുരു ഒന്നും എടുക്കാൻ വേണ്ടേ? കുരു നല്ലോണം കളയി. കുരു എടുത്താൽ നമ്മളെ പരിപാടി കൊളാവും, കുരു ഉണ്ടായാൽ. പിന്നെ ഈ ചേച്ചീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കര കൈപ്പുണ്യത്തിന്റെ ആളാണ്. അതിന് ഈ ആളും മോശമെന്നല്ല കേട്ടോ. നിങ്ങളത് ഉണ്ടാകും കഴിഞ്ഞോ? പിന്നെ വർത്താനം പറഞ്ഞില്ലേ, ഞങ്ങൾ പണിയെടുക്കാണേ. ആയി ശരി. അപ്പൊ തോലൊക്കെ കളഞ്ഞ് സുഖി ഇനി നല്ല രീതിയിലൊന്ന് കഴുകല്ലേ?
അരിയല്ലേ? നമുക്ക് എടുക്കുക, അരിയ ഇതേപോലെ ചെറുതാക്കി അരിയ കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചീന്തിയിട്ടില്ലേ? ഇങ്ങനെ ചീന്ത, ഇങ്ങനെ ചീന്തിയിട്ട് അണക്കിതിന് പലകയൊക്കെ വേണ്ടല്ലേ? ഞങ്ങൾക്ക് പലകയൊന്നും വേണ്ട, എനിക്ക് കൈ മതി. എൻ്റെ കൈ ഭയങ്കര സോഫ്റ്റാണ്, നിങ്ങളെ കൈൻ്റെ ഒന്നും പോലല്ലേ, വേഗം മുറിയാവും. മുറിയാക്കൊന്നും വേണ്ട. ഒന്ന് വേഗം ഞങ്ങൾ എന്തായാലും നോക്കി നിന്നിട്ട് കാര്യമില്ലേ? അല്ല നിങ്ങൾക്ക് കൈവിൽ അരിയണ പോലെ എനിക്ക് പലക വേണം അങ്ങനെ അരിയണമെങ്കിൽ. നല്ല കൈ മാത്രം മതി ഇങ്ങനെ സ്പീഡിൽ അരിയാന്. ഇങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒന്ന് തന്നെ ഉള്ളത് കഴിയുന്നില്ല. നിങ്ങൾ പലക നോക്കി, ഞാൻ ഇങ്ങനെ പലകയിൽ വെച്ച് ഇങ്ങനെ അരിയും. പലക കയ്യാ. പലക മീൻസ് കട്ടിംഗ് ബോർഡ് ഇട്ടോ. ഇപ്പോൾ പലക എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ പലക പറയണത് വിചാരിക്കേണ്ട. എനിക്ക് കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിലാണ് സ്പീഡ് കിട്ടുള്ളൂ. കയ്യുമ്പിൽ ചരിഞ്ഞാലേ പിന്നെ സ്പീഡ് ഉണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ അരിയുമ്പോഴേക്ക് ഞാൻ ഒരു കഷ്ണം എടുക്കുമ്പോഴേക്ക് ഇവർ ഫുള്ള് കഴിഞ്ഞു. അല്ല ഇന്നത്തെ കുഴപ്പമില്ല, ഇവർ രണ്ടാളും കൂടി ആണല്ലോ പാചകം. ഞാൻ പിന്നെ നിങ്ങളെ വെറുതെ സഹായിക്കല്ലേ. ഇത് പിന്നെ അറിയെങ്കിലും എല്ലാം ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. പരിഞ്ഞു കഴിഞ്ഞില്ലേ? നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇടല്ലേ. നമ്മളുണ്ടല്ലോ ഇത് കുക്കറിലിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാം നമുക്ക് കേട്ടോ. അതാണ് ചെയ്യാൻ പോണത്. അതാണ് ചെയ്യാൻ. ഞാനത് ഇടട്ടെ. ഈ കുക്കർ പാകാവല്ലേ? അത് മതി. ഇത് പിന്നെ വേഗം വേവുന്ന സാധനല്ലേ. ഇത് വെന്തിട്ടുണ്ട്, ഇതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാൻ കുറച്ച് വെള്ളം വരണം ചേച്ചി. മതി. ഇതിപ്പോ ഒരു അര ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലുള്ളൂ. അര ഗ്ലാസ് വേണ്ട അല്ലേ? വേണ്ട, അത് മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇത് വെക്കല്ലേ. എന്നിട്ട് എത്ര വിസിലാ? ഒരു 2 വിസിൽ. 2 വിസിൽ. 2 വിസിലല്ലേ നിങ്ങൾ പറഞ്ഞേ? 2 വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഓഫാക്കി കളാം. അടച്ചോളി. നമുക്ക് തുറന്ന് നോക്കല്ലേ. ഒന്നുണ്ടല്ലോ അല്ലേ? നല്ലോണം വെന്തു. വെള്ളം ഏറുണ്ടോ ചേച്ചിയെ? ഇല്ലേ, വെള്ളം ഏറൂല. കണ്ടില്ലേ നല്ലോണം വെന്തു ഇട്ടപ്പോൾ ഇത്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ആ ചൂടോടക്കന്നെ ഒഴിക്കല്ലേ? വേറെ പരിപാടികൾ ചെയ്യാല്ലേ നമുക്ക്? പരിപാടിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട്, വല്ലാതെ ഉടയണ്ട. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിന് അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള രുചി കിട്ടണമെങ്കിൽ ഒന്നും കേട്ട് അത്ര മതിയോ? മതി. ഇനി വീണ്ടും അടുപ്പത്തേക്ക് വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, ഉണ്ടാക്കാം അല്ലേ? നമുക്കിത് വെക്കാം കേട്ടോ. സാധനം ഇനി ഇതൊക്കെയുള്ള സാധനം ഉണ്ട് ചേച്ചി, അവിടെ വെച്ചിട്ട് ഞാൻ വരാം. നമുക്കിതൊക്കെ തേങ്ങാപ്പാല് ഒഴിക്കാം കേട്ടോ. ഇത് തേങ്ങേൻ്റെ 1/4 പാലോ 2 പാലോ? ഇത് 2 പാലാണ് കേട്ടോ. മുഴുവനായിട്ട് ഒഴിക്കല്ലേ? ഒഴിച്ചാലേ. ഇനി ഇതിൽ നെയ്യിൽ വറുത്തച്ച ചൊവ്വരി ചേർക്കാം കേട്ടോ. ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും എന്താണ് ഉണ്ടാക്കണേ. എന്നാലും ഒന്ന് പറയാ. ഞങ്ങള് ചെരങ്ങ പായസമാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ ഈ ചൊവ്വരി നെയ്യിൽ തന്നെ വറക്കണല്ലേ? അപ്പോഴാണ് അതിന്റെ രസം ഉണ്ടാവുള്ളൂ. അതിന്റെ ടേസ്റ്റ് ഇട്ടാണെങ്കിൽ അതെ. ഇങ്ങനെ ഇളക്കി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കാം. നമ്മള് മധുരത്തിന് എന്താ ചേർക്കണേ? ശർക്കര. എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ മധുരം ചേർക്കാനായോ ചേച്ചി? മധുരം ചേർക്കാനായില്ല, ഒന്നും കൂടി ഇങ്ങോട്ട് നല്ലോണം തിളച്ചിട്ടുണ്ടാവട്ടെ. അപ്പൊ ഇതിങ്ങനെ തിളങ്ങനെ വരുന്നുണ്ട്. നല്ല രീതിക്ക് കുറച്ചേരം കൂടി തിളച്ചോട്ടല്ലേ? നല്ലോണം ഒന്ന് തിളക്കട്ടെ. ആ പാലും ഇതൊക്കെ ഇതിലിങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് പറ്റിയിട്ട് എന്നിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം അല്ലേ? മധുരത്തിനുള്ള ശർക്കര പാനില്ലേ? എന്നാ അരിച്ചോളി. ഇത് 1/2 കിലോ ശർക്കര കേട്ടോ. ഇത് നമുക്ക് ഇതിൽ പാരുക ചേച്ചി, അത് ഇളക്കിക്കോളിട്ടോ. ഇപ്പൊ തന്നെ ആ പായസത്തിന്റെ കളർ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ടല്ലേ? ഇതിപ്പോ മുഴുവൻ ഒഴിക്കണോ? ഒഴിക്കണം, മധുരം ഉണ്ടാവും. മധുരം നോക്കിയിട്ട് ഒഴിക്കണോ? അത് അതിനുള്ള ശർക്കരയേ ഉള്ളൂ. ഓക്കെ. നമുക്കേ ഉപ്പാണ് കേട്ടോ. എന്തൊരു മധുര പദാർത്ഥം ഉണ്ടാക്കുകയാണെങ്കിലും അതിന് ബാലൻസ് ഒരു നുള്ള്, ഒരു പിള്ളപ്പ്. അപ്പം അതും കൂടി ചെയ്തു. നമുക്ക് ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറിന് ഏലക്കായ ഇടാം. പൊടിച്ചതാണ്. ഇത് നമുക്ക് ഇടാം.
ഹായ് നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ആ ശർക്കരേൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഏലക്കായൻ്റെ കൂടെ എല്ലാം കൂടി കലർന്ന നല്ലൊരു പായസം. അപ്പം നമ്മുടെ പായസത്തിന്റെ അവസാന ഭാഗം ഗ്യാസിന്റെ ഇതൊന്ന് വല്ല കുറച്ച സിമ്മിലിടാം. സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ഇനി അടുത്ത എന്താ പറഞ്ഞു പിടിക്കും. ഇത് ലാസ്റ്റ് നമ്മൾ ആദ്യം പിഴിഞ്ഞേക്കുന്ന തേങ്ങേന്റെ പാലാണ്. ഒന്നാം പാല്. ഇതാണ് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട പരിപാടി. ഹായ് സൂപ്പറാണ്. അതും കൂടി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഗുമ്മാന്നുള്ള നമ്മളെ അടിപൊളിയായിട്ടുള്ള പായസതാ റെഡി ആയി. നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേഷൻ കൂടി ചെയ്യണ്ടേ? ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. അതിന് കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ ആ പായസത്തിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിയില്ലേ? നമുക്കത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം അല്ലേ? ഇനി പായസം അവിടെ കേട്ടോ. ഇനി അടുത്ത പരിപാടിക്ക് നമുക്ക് ചട്ടി വെക്കാം കേട്ടോ. പറഞ്ഞാലേ നെയ്യ് ലേശം ഒഴിക്കാം കേട്ടോ. നമുക്കിതൊക്കെ മതി. ചൂടാവട്ടെ. ചട്ടി ചൂടായാലും അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ. കഴുകി വെച്ച അണ്ടിപ്പരിപ്പാണ് കേട്ടോ. എന്തെങ്കിലും കൂടി ഇടാണ് കേട്ടോ. ഇനി അത് ഇതിക്ക് ഒഴിച്ചാളിട്ടോ. കൈ ശ്രദ്ധിച്ചോളി. ഹായ്. അങ്ങനെ നമ്മളെ ചെരങ്ങാ പായസം അതിഗംഭീരമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് കുടിക്കണ്ടേ? ടേസ്റ്റി ഹെൽത്തി അല്ലേ? നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലും പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ നാടൻ ചെരങ്ങയും എന്താ ഹെൽത്തി. അപ്പം നമ്മളെ റെഡിയായ പായസം ഗ്ലാസ്സിക്ക് ഒഴിക്കല്ലേ ചേച്ചിയെ? ഗ്ലാസ്സിക്ക് ഒഴിക്കാം. അല്ലേ ചേച്ചിയെ? എന്താ തോന്നണേ കണ്ടിട്ട്? കുടിക്കാനാണ് നമ്മളല്ല കുടിക്കുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് കുടിക്കാം. നമ്മളിത് കണ്ടുകൊണ്ട് നിന്ന കുറച്ച് നമ്മളെ ഗാലറിയിൽ ഇരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓർക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ. അപ്പം നമ്മൾ ഈ അടിപൊളി പായസം ഗംഭീരമായിട്ട് ടേസ്റ്റ് ആക്കാനായിട്ട് ഒരു വൻ താരനിര വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ടേസ്റ്റ് ആക്കാൻ കൊടുക്കാം. ചേച്ചിമാരെ കൊടുത്തോളി. താങ്ക് യു. മനയോ. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് കാണാത്ത ഈ ഒറ്റ വീഡിയോയിലും ഇതുവരെ കാണാത്തൊരു മുഖമുണ്ട് നമ്മളെ കൂട്ടത്തിൽ. നിൽക്കണു അനു ഒന്നും കൂടെ നിന്നാ. ഇതാണ് കുഞ്ഞേച്ചീൻ്റെ മോട്ടോ. അന്ന് നമ്മൾ കുഞ്ഞേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ അനു ഇവിടെ നാട്ടിലില്ലേന്നില്ല, ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെന്നെ ആയിക്കോട്ടെ, ഒന്ന് ടേസ്റ്റ് ചെയ്തോളി എല്ലാവരും. എന്താണിത് പറയും. അപ്പോൾ ഈ അനുവിനും സോനുവിനും മാത്രമാണ് ഇത് എന്താണെന്ന് അറിയാത്തത്. ഇവരൊക്കെ പിന്നെ ഇത് ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ട്, ചെറിയാണ്ടും ചെറുനാടിനൊക്കെ കണ്ടിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അനു പറയും, എന്ത് സാധനം എന്താ പറയും? അടപ്രഥമൻ. എന്തോ ഒരു പ്രഥമനാണ്. പക്ഷെ അതിൽ ഈ കടിക്കാൻ കിട്ടുന്ന സാധനം എന്താ പറയും? മനസ്സിലാവണില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചീരുട്ടി എങ്ങനെയുണ്ട്? ടേസ്റ്റ് പറയും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്നാ എന്ത് പായസമാന്ന് പറഞ്ഞു കൊടുക്കാൻ താട്ടിന്? എന്ത് പായസം? പറയ് കുഞ്ഞ്. ചെരങ്ങ സോനു. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയായില്ലേ? ഇത് ഉണ്ടാക്കിയ നമ്മളാരും കുടിച്ചോക്കിയിട്ടില്ല. ഞങ്ങൾ കുടിച്ചോട്ടെ. ചേച്ചിമാരെ എടുത്ത് കുടിച്ചോളി. അതെ, നല്ല രസം കിട്ടും. അപ്പോ എന്താ വിചാരിച്ചത് ഉണ്ടാക്കിയപ്പോ? അല്ല, ഇത് ഉണ്ടാക്കുമ്പോ എന്താ വിചാരിച്ചത്? അപ്പൊ ഇതിന്റെ ചെറുങ്ങാന്റെ ചോയൊക്കെ വരുമെന്നാ വിചാരിച്ചത്. മറ്റേ താളിപ്പിൽ തിന്നുമ്പോ താളിപ്പിൽ തിന്നുമ്പോഴുള്ള ചോയൊന്നും ഇല്ലല്ലോ. കണ്ടപ്പോ ഞാൻ വിചാരിച്ചു താളിപ്പാന്ന് വിചാരിച്ചു. ചെറുങ്ങ അരി കണ്ടപ്പോ വിചാരിച്ചേ ചെറുങ്ങോണ്ട് കറി ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചു. മനസ്സിലായി പായസം. അടിപൊളി അല്ലേ?
അപ്പൊ അനുവിന് ഇഷ്ടായില്ലേ? എനിക്കിഷ്ടായി. ഇത് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. അത് ചെരങ്ങാന്നിപ്പോ പറഞ്ഞപ്പോൾ അങ്ങനെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും, എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാം കേട്ടോ. ചെരങ്ങ കൊണ്ട് ഈ ഒരു രീതിയിൽ പായസം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമാവുമല്ലോ. അതുപോലെ നമ്മളെ ഈ ഒരു ചാനൽ ചീരുള്ളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ചീരുട്ടി ഞാൻ പറയാൻ കാത്തിക്കുന്നു ടാറ്റ കൊടുക്കാൻ.